വെൽക്കം ടു വെഗബോണ്ട്. പിപ്പി ഐലൻഡിലെ കാഴ്ചകൾ കാണാനാണ് നമ്മൾ ഇന്ന് പോകുന്നത്. തായ്ലൻഡിലെ ലാർജസ്റ്റ് ഐലൻഡായ പുക്കറ്റിന്റെയും മലാക്ക കോസ്റ്റിന്റെയും ഇടയ്ക്ക് വരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സിനെയാണ് പിപ്പി ഐലൻഡ് എന്ന് പറയുന്നത്. ഫുൾ ഡേ ഐലൻഡ് ടൂർ പാക്കേജ് ആയിരുന്നു നമ്മുടേത്. അതുകൊണ്ട് ഒരു മോർണിംഗ് 9 ആയപ്പോൾ തന്നെ നമ്മൾ ബോട്ടിങ്ങിൻ്റെ അവിടെ എത്തി. സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല ക്രൗഡായിരുന്നു. മോസ്റ്റ്ലി ഇന്ത്യൻസ് ആയിരുന്നു. നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് റിസ്റ്റ് ബാൻഡ് വെച്ചിട്ടുണ്ട്. ഓരോ ഗ്രൂപ്പിനും ഓരോ കളറാണ് അവർ കൊടുത്തിരുന്നത്. ഇവരുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും അൺലിമിറ്റഡ് റിഫ്രഷ്മെൻറ്റും. 1800 ബാത്താണ് ഇവർ 1 ഡേ ട്രിപ്പിന് ചാർജ് ചെയ്യും. റേറ്റ്സ് സീസൺ അനുസരിച്ച് വേരി ചെയ്യും കേട്ടോ. സീ സിക്നസ് ഉണ്ട്, വോമിറ്റിംഗ് ഉണ്ടാവും എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് മാനേജ് ചെയ്യാനായിട്ട് അവരൊരു ടാബ്ലറ്റ് തരുന്നുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടൂർ ഗൈഡിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് പ്രൊവൈഡ് ചെയ്യും. ഞാനും മോളും കഴിച്ചിരുന്നു കേട്ടോ. ബീച്ച് ആക്ടിവിറ്റീസിനുള്ള ഐറ്റംസ് വാങ്ങാനുള്ള ഒരു ഷോപ്പ് ഇവിടെയുണ്ട്. സ്പീഡ് ബോട്ടിലാണ് നമ്മളെ പിപി ഐലൻഡിലേക്ക് കൊണ്ടുപോകുന്നത്. അതിന് മുൻപായിട്ട് ഇവരൊരു ബ്രീഫിംഗ് തരുന്നുണ്ട്. Three boats and 3 colors inside that room, and 4 boats, 4 color here. I want to check one by one color. Where is pink? Pink color, where are you? Your same boat. And the next one, orange. Orange, where are you? Your same boat. Next one, blue. Last one, green. Okay, everybody, first of all, I would like to say good morning. Good morning. Everybody, you should answer to me all together louder than me. Why? Because today is your holiday today. I would like you to happy holiday today. So don't feel serious, don't be serious, don't be upset. Somebody, if you feel serious, I will throw you in the water immediately. No serious. Let's make today to be happy day. Okay, answer to me all together louder than me. One more time. Good morning. Good morning. I love you. Same to you. You love me? Yeah. No, I don't believe you. You tell a lie. If you love me, you kiss me here. Okay, everybody, no photo and video. ബ്രീഫിങ്ങിന് ശേഷം നമ്മൾ ബോട്ടിലേക്ക് കയറുകയാണ്. നമ്മുടെ ബോട്ടിൽ അവരുടെ സ്റ്റാഫും ഗൈഡും അടക്കം 40 മെമ്പേഴ്സായിരുന്നു ഉണ്ടായിരുന്നത്.
ബീച്ചിൻ്റെ വേറൊരു സൈഡിലേക്കാണ് കേട്ടോ നമ്മളവർ കൊണ്ടുപോയത്. മങ്കി ബീച്ചിൻ്റെ ഓപ്പൺ ഏരിയയിലേക്ക് അവരിപ്പോൾ കൊണ്ടുപോകുന്നില്ല, കാരണം മങ്കീസ് എല്ലാം കുറച്ച് അഗ്രസീവ് ആണെന്ന് പറഞ്ഞു. അവിടെ പോയ കുറച്ച് ടൂറിസ്റ്റുകളെ മങ്കീസ് അറ്റാക്ക് ചെയ്തതുകൊണ്ട് അവിടെ ഇപ്പം തൽക്കാലത്തേക്ക് ടൂറിസ്റ്റുകളെ അലോ ചെയ്യുന്നില്ല എന്നാണ് ഗൈഡ് പറഞ്ഞത്. ഈ ട്രീസിൻ്റെ താഴ്ഭാഗങ്ങളിലെല്ലാം മങ്കീസ് നിറയുണ്ട് കേട്ടോ, പക്ഷേ ഈ വീഡിയോയിൽ ഇത് എത്ര ക്ലാരിറ്റിയിൽ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇവിടെ നമ്മൾ ബോട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് വീഡിയോസും ഫോട്ടോസും എല്ലാം എടുത്തത്. നെക്സ്റ്റ് നമ്മൾ പോയത് ടൺസായി ബേയിലാണ്. അവിടെയായിരുന്നു നമുക്ക് ലഞ്ച് അറേഞ്ച് ചെയ്തിരുന്നത്. ഇത് വലിയൊരു ഐലൻഡാണ് കേട്ടോ, ഒരുപാട് ബീച്ചസ് ഒക്കെ ഉള്ള ഒരു ഐലൻഡാണ്. ഹോട്ടൽസ് ഉണ്ട് സ്റ്റേ ചെയ്യാനുള്ളത്, അതുപോലെ ഷോപ്പിങ്ങിനുള്ള ഏരിയ ഉണ്ട്, ബീച്ചസ് ഉണ്ട്, സ്നോർക്ലിംഗ്, സ്കൂബ ഡൈവിംഗ് അതിനുള്ള ഓപ്ഷൻസ് എല്ലാം ഇവിടെയായിരുന്നു കേട്ടോ. സ്നോർക്ലിംഗ് ഫ്രീ ആയിരുന്നു, പക്ഷേ സ്കൂബ ഡൈവിംഗ് എക്സ്ട്രാ പേ ചെയ്യണമായിരുന്നു. ലഞ്ചിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല കേട്ടോ. ലഞ്ച് നല്ല തല്ലിപ്പൊളി ലഞ്ചായിരുന്നു. ഞാൻ റൈസും കേടും മാത്രം കഴിച്ച് രക്ഷപ്പെട്ടു. ഇത് ബീച്ചിലേക്കുള്ള വേ ആണ് കേട്ടോ. ഇവിടുത്തെ ബീച്ച് വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, കാണാൻ നല്ല ഭംഗിയാണ്. ഇത്രയും അധികം ടൂറിസ്റ്റുകൾ വന്നിട്ടും ഈ ബീച്ചെല്ലാം ഇവർ അത്രയും നന്നായിട്ട് തന്നെ ക്ലീൻ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഷോപ്പിംഗ് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഷോപ്പിങ്ങിനായിട്ടൊരു ഏരിയ തന്നെയുണ്ട് ഇവിടെ.
ഇതൊരു 7-Eleven ഷോപ്പാണ് കേട്ടോ. തായ്ലൻഡിലെ എല്ലാ മുക്കിലും മൂലയിലും ഇങ്ങനത്തെ ഷോപ്പ് കാണാൻ പറ്റും. ഒരുവിധം എല്ലാ ഐറ്റംസും ഈ ഷോപ്പിൽ അവൈലബിൾ ആണ്. കമ്പാരിറ്റീവ്ലി റേറ്റ് കുറവാണ് കേട്ടോ.